നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ ബലാത്സംഗ പരാതിയിൽ ഇന്ന് വിശദമായ വാദം കേൾക്കും. നിർണായകമായ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ പ്രതികളായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും സന്ദീപ് വാര്യർ അതുപോലെ തന്നെ രജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നത്. പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കാത്തത് കാരണം കഴിഞ്ഞ 2 തവണയും ജാമ്യാപേക്ഷയിൽ വാദം പറയുന്നത് മാറ്റിവെച്ചിരുന്നു. നിലവിൽ കേസിലെ 1-ാം പ്രതിയായ രാഹുൽ ഈശ്വർ റിമാൻഡിലാണ്. എന്തായാലും തീർച്ചയായിട്ടും രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമോ എന്നതാണ് ചോദ്യം. ദിവസങ്ങളായി ജയിലിലാണ്. നമുക്കറിയാം, അദ്ദേഹം നിരാഹാര സമരമൊക്കെ നടത്തിയിരുന്നു. പിന്നാലെ അത് അവസാനിപ്പിച്ചു. ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ അദ്ദേഹം നിരാഹാര സമരമൊക്കെ അവസാനിപ്പിച്ച് ആഹാരം കഴിച്ചു. തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. പലപ്പോഴും അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. ജയിലിൽ നിരാഹാരം ചെയ്തും പ്രത്യേകിച്ച് അതിജീവിതയെ വെളിപ്പെടുത്തുന്ന രീതിയിൽ, അവരുടെ ഐഡന്റിറ്റി പുറത്തുവിടുന്ന രീതിയിൽ താൻ ഒന്നും പറഞ്ഞിട്ടില്ല, താൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണ് കോടതി വിധിയിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ രേഖകളിൽ ഉണ്ടായിരുന്ന കാര്യം മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അതിജീവിതയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ താനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് രാഹുൽ ഈശ്വർ വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2-ാം തവണയും ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായി. ഇനിയിപ്പോൾ ഇന്നത്തെ എന്താണ് ജാമ്യാപേക്ഷയിൽ വിധി എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. അതിജീവിതയുടെ ചില വിവരങ്ങളൊക്കെ രാഹുൽ ഈശ്വർ പുറത്തു പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അതിജീവിത പരാതി നൽകിയത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുണ്ട്, പക്ഷെ രാഹുൽ ഈശ്വർ അകത്താണ്. എന്തായാലും രാഹുൽ ഈശ്വറിന് ഈ കേസിൽ പുറത്തേക്ക് വരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് അല്പസമയത്തിനകം മറുപടി അറിയാൻ സാധിക്കും. മാത്രമല്ല സന്ദീപ് വാര്യർ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ചില പോസ്റ്റുകൾ പങ്കുവച്ചു എന്ന ഒരു പരാതിയാണ്. അതിലും ഇന്ന് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. രജിത പുളിക്കൽ അതിജീവിതയെ അപമാനിച്ചു. അപ്പോൾ ഇവരുടെയൊക്കെ ജാമ്യാപേക്ഷ എന്ന് പരിഗണിക്കുകയാണ്. എന്തായാലും ഇവരുടെ വിധി എന്താണ് എന്നത് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. നിർണായകമായ നീക്കമാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിജയഭേരി മുഴക്കുകയല്ല, പക്ഷേ ദയവായി ഞങ്ങളെ പോലുള്ളവർ കുടുക്കപ്പെടുമ്പോ, കള്ളക്കേസിൽ കുടുക്കപ്പെടുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കിഡ്നിയിലേക്ക് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. ശ്രീ ദിലീപിന് നീതി കിട്ടിയ സന്തോഷം. അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല, പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. 11 ദിവസം ആലോചിച്ച് നോക്കൂ. 11 ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ്. 11 ദിവസം സന്തോഷമല്ലേ? ചേച്ചി പതിനൊന്ന് കിലോ കുറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞ തീർന്നില്ല. ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി മീഡിയ പറയണം. അനീതിയാണ് നടക്കുന്നത്. 11 ദിവസമായി അനീതിയാണ് നടക്കുന്നത്. ഫോട്ടോയോ ഐഡന്റിറ്റിയോ ഞാൻ ഇട്ടിട്ടില്ല. ആരുടെയും ഫോട്ടോ ഐഡന്റിറ്റിയോ ഇട്ടിട്ടില്ല. 11 കിലോ കുറഞ്ഞു. 11 കിലോഗ്രാം കുറഞ്ഞു. 11 കിലോഗ്രാം കുറഞ്ഞു. ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാര് പറയണം. ഒന്ന്, ഞാൻ ഫോട്ടോ ഇട്ടിട്ടില്ല സുഹൃത്തെ. ഞാൻ നിയമവിരുദ്ധമായ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഫോട്ടോ ഇട്ടിട്ടില്ല. പേര് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഡീറ്റെയിൽസ് അറിയാം. അഡ്വക്കേറ്റിനെ കണ്ടില്ല. അതുകൊണ്ടാണ് 11 കിലോഗ്രാം കുറഞ്ഞു. 11 ദിവസമായി ദിലീപിന് വേണ്ടി ഞാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി നിങ്ങൾ പറയണം.
ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം. മാധ്യമങ്ങൾ നമ്മൾ പറയുന്ന സാധനം കേൾക്കണം. അതെ, ദിലീപ് അറിയാൻ വളരെ സന്തോഷം. ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം. ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം. ആദ്യം മുതലേ ശ്രീ ദിലീപിനോട് പോരാടിയ വ്യക്തിയാണ്. ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം. ദയവായി കൂടെ മനസ്സിലാക്കണം. ശ്രീ ദിലീപിന് നീതി കിട്ടിയ സന്തോഷം അതേപോലെ എനിക്കും കിട്ടണം. 11 ദിവസമായി ശ്രീ ദിലീപിന് നീതി കിട്ടിയതിന് സന്തോഷം. മാധ്യമങ്ങൾ ദയവായി ഞങ്ങൾ പറയുന്ന സത്യം കേൾക്കണം. ദയവായി മാധ്യമങ്ങളോടാണ് അഭ്യർത്ഥന. ഞങ്ങൾ പറയുന്ന സത്യം കേൾക്കണം. ദയവായി മാധ്യമങ്ങളോടാണ് അഭ്യർത്ഥന. ഞങ്ങൾ പറയുന്ന സത്യം കേൾക്കണം. ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം. ഇതേപോലെ ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം.